ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയറും ഇതോടൊപ്പം ഞാൻ നേരുകയാണ്. അപ്പം നമ്മുടെ എബിനും മെറിനുമൊന്നും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാ പ്രാവശ്യവും നമ്മൾ നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടത്തുന്നതായിരുന്നു. അപ്പം വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പൊടിയും ആകെ ഒരു ഇതായതുകൊണ്ട് മാത്രമാണ് അപ്പം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഇങ്ങനെ അങ്ങ് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ദൈവം ആയുസ്സും ആരോഗ്യമൊക്കെ തരുവാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കിനി അടുത്ത പ്രാവശ്യമൊക്കെ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസും അതുപോലെ തന്നെ ഈ ന്യൂ ഇയറും ഒക്കെ വരുന്ന ഈ സമയത്ത് നമ്മുടെ ഈ 2020-21 കാലഘട്ടത്തിൽ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു അല്ലേ. എന്നുവെച്ചാൽ കൊറോണയും പലതരത്തിലുള്ളതായ പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തെല്ലാം നമ്മൾ നേടിയാലും ഒന്നുമല്ല എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും 8 നില വീട് വെച്ചെന്ന് പറഞ്ഞാലും 16 കാറുണ്ടെന്ന് പറഞ്ഞാലും ഒന്നുമല്ല എന്ന് നമുക്ക് ഈ പ്രകൃതിക്ഷോഭത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതായ കാലം നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നുവെച്ചാൽ നമ്മുടെ മാതാപിതാക്കളോട്, നമുക്ക് ജന്മം തന്ന മാതാപിതാക്കളോട് നമ്മൾ സ്നേഹത്തോടെ പെരുമാറുക. ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ എന്ത് കുറവുണ്ടെങ്കിലും അവരെയൊക്കെ ഒന്ന് പോയി ഒന്ന് കാണുക. നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുക, അവരെയൊക്കെ ചേർത്ത് നിർത്തുക. ഇപ്പം നമ്മുടെ അക്കരെ ഭാഗത്ത് ഒരു ചേച്ചി മരിച്ചു എന്ന് കേട്ടു. ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്ന ചേച്ചിയാണ് പെട്ടെന്ന് വീണ് മരിച്ചു എന്നാണ് കേട്ടത്. പക്ഷെ അപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ പല ആഗ്രഹങ്ങളും എല്ലാം നമ്മൾ സാധിക്കാനായിട്ടും അതേപോലെ തന്നെ ഇങ്ങനെ ചിന്തിച്ചും ഒക്കെ ഇരിക്കുകയാണ് അല്ലേ. ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കും. പക്ഷേ എല്ലാം പെട്ടെന്നാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. നമ്മൾ വലിയ ഭാവം കാണിക്കാനോ ഞാനെന്ന ഭാവം കാണിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഞാൻ എന്നുള്ളതായ ഭാവം ഒന്നും കാണിക്കാതെ എല്ലാവരോടും സ്നേഹത്തോടും ഒരു ചിരിച്ച മുഖത്തോടുകൂടി എല്ലാവരോടും പെരുമാറാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഈ പുതിയ വർഷം 2022 പെട്ടെന്നാണ് നമ്മുടെ 2021 നമ്മളെ കൈവിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ ഈ 2022 എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലതായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പം ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ വെളുപ്പിനെ കുർബാനയ്ക്കൊക്കെ പോയി. വെളുപ്പിനെ 3 മണിക്കായിരുന്നു കുർബാന, 6 മണി വരെ കുർബാനയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ വീട്ടിലൊക്കെ വന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അപ്പത്തിന് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്കത് അപ്പം ഉണ്ടാക്കണം. പിന്നെയെന്ന് വെച്ചാൽ അതിന് കറി എന്ന് പറയുന്നത് ബീഫ് വെച്ചിട്ടൊരു സ്റ്റൂ ഉണ്ടാക്കണം. എല്ലാം പെട്ടെന്നാവണം. മെറിനുണ്ടായതുകൊണ്ട് പിന്നെ എല്ലാം സഹായിച്ചൊക്കെ തന്നോളും. ആക്കലൊന്നും അല്ല തന്നെ, ഒരു സമാധാനമുണ്ട്. മെറിൻ കൂടെ ഉണ്ടായിട്ട് എല്ലാം ഒക്കെ ചെയ്യുമല്ലോ എന്നുള്ള നടന്നത് തന്നെ. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നതിന് ഇടയിലൂടെ തന്നെ നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാനുള്ള പരിപാടിയും കൂടെ ചെയ്യണം. അപ്പോൾ ഉരുളക്കിഴങ്ങ്, ഉള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇനി തയ്യാറാക്കാം. അപ്പം നമ്മുടെ ബീഫ് സ്റ്റൂ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കിഴങ്ങും ഉള്ളിയും തക്കാളിയും കൂടെ നല്ലതുപോലെ വഴറ്റിയിട്ട് അതിനകത്തിട്ട് തലേന്ന് ഞാൻ ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് അതിനകത്തിട്ട് നല്ലതുപോലെ വഴറ്റണം. എളുപ്പപ്പണിയാണ് എന്നെല്ലാം കേട്ടോ. എങ്കിലും നമ്മുടെ പണിയൊക്കെ തീരത്തുള്ളല്ലോ. ഇനി ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുക അല്ലെങ്കിൽ തേങ്ങ അരച്ച് വീഴ്ത്തുകയോ ചെയ്യാം. അപ്പം നമ്മുടെ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിക്കാം. എന്നിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ഫിഷ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പം മീൻ ബിരിയാണി വയ്ക്കാനായിട്ട് നമ്മൾ മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, ആയിക്കൊണ്ടേയിരിക്കുന്നു. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ മീനൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ചോറ് സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് കൂട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയൊക്കെ നോക്കാമേ. ആ മസാലയൊക്കെ എല്ലായിടും ഒന്ന് ചെല്ലണം. എപ്പോഴും ചിക്കൻ ബിരിയാണി ഒക്കെയാണ് വയ്ക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. അത്രയും മതി. ഇനി നമുക്ക് കഴിക്കാൻ നേരം ഇളക്കി എടുക്കാം.
കഴിക്കുന്ന ഇതൊന്നും നിങ്ങളെ കാണിച്ചില്ല. ഞങ്ങളെന്നാൽ കഴിച്ചിട്ട് പെട്ടെന്ന് അമ്മയെ കാണാനായിട്ട് എൻ്റെ വീട്ടിലോട്ട് പോയി. നല്ലില എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ അമ്മയെ കാണാനായിട്ട് പോയി. എൻ്റെ അമ്മയെ കാണിച്ച വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അമ്മയെ തിരക്കുകയും ഇപ്പോഴും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അമ്മയെ അന്വേഷിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ചെന്നപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പേര് അമ്മയെ അന്വേഷിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അമ്മ അന്നത്തെ ആരോഗ്യത്തോടെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. വലിയ മെച്ചപ്പെട്ട ആരോഗ്യമൊന്നും അല്ല എങ്കിലും അമ്മയ്ക്ക് ഇപ്പോഴും മക്കളൊക്കെ വരുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് ഉള്ളത്. അപ്പം നമുക്ക് ജന്മം തന്ന മാതാപിതാക്കളെ നമ്മൾ എപ്പോഴും നമ്മൾ ചെന്ന് കാണുക, അവർക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക. വളരെ മനസ്സിന് സന്തോഷം കിട്ടുന്നതായ ഒരു സംഭവം തന്നെയാണ് മക്കളൊക്കെ ഒന്ന് അടുത്ത് വരിക, അവരെ ഒന്ന് തൊട്ട് തലോടുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ക്രിസ്മസ് കാലത്ത് നമ്മളെ വീട്ടിൽ തന്നെയാണ് കേക്കൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ വന്നവരൊക്കെ കേക്കൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടിപൊളി കേക്കിൻ്റെ വീഡിയോസൊക്കെയാണ് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ 3-4 പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാക്കാവുന്ന, ആരെങ്കിലും അഥവാ വീട്ടിൽ വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടം പോലെ കമൻസുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. എനിക്ക് എല്ലാത്തിനും മറുപടി തരാനായിട്ട് സാധിച്ചില്ല. ഞാൻ സമയം പോലെ മറുപടി തരുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവരുമൊക്കെ ഉണ്ടായിട്ട് ഒരു തിരക്കിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് സത്യത്തിൽ മറുപടിയൊക്കെ തരാനായിട്ട് താമസിച്ചത് കേട്ടോ. കുറേ കിടപ്പുണ്ട്, തരാം. എല്ലാത്തിനും ഞാൻ മറുപടി തരുന്നതായിരിക്കും, ആരും വിഷമിക്കേണ്ട കേട്ടോ. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളും എല്ലാവരും ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ന്യൂ ഇയറും വരുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക. എപ്പോഴും പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കുക. നമ്മുടെ ഈ മിനിസ് ലൈഫ് സ്റ്റൈൽ ഫാമിലുള്ള എല്ലാവരും നല്ല സ്നേഹമുള്ളവർ തന്നെയാണ്. നിങ്ങളുടെ കമൻസുകൾ വായിക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഈ കമൻസുകൾ വായിക്കുന്നവർ തന്നെയാണ് കൂടുതലും. എന്ന് വെച്ചാൽ നമ്മുടെ കമൻസുകൾ അത്ര നല്ല കമൻറ്റുകളാണ് എല്ലാവരും എഴുതുന്നത് കേട്ടോ. അതിനനുസരിച്ച് ഞാൻ മറുപടിയും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള കൊച്ചുങ്ങളൊക്കെ ഉണ്ടല്ലോ. ആരാണ്? നമ്മുടെ ബ്രൂണോ, ബ്രൗണി, നമ്മുടെ അമ്മണി, അതുപോലെ തന്നെ നമ്മുടെ മണിക്കുട്ടൻ, ഇവർക്കൊക്കെ നമ്മൾ കേക്ക് കൊടുക്കാൻ പോവുകയാണ്. ആർക്കാ മുമ്പേ വേണ്ടുന്നേ? ഏത് കേക്കാണ് വേണ്ടുന്നേ? കേക്ക് വേണോ? ഇല്ല, ഒരാൾക്ക് കൊടുക്കട്ടെ ആദ്യം. ബ്രൂണോയ്ക്ക് വേണോ? ബ്രൗണി വന്നതിന് ശേഷം ബ്രൂണോ ഇത്തിരി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടല്ലേ? കളിക്കണ്ടായാ? കളിക്കണ്ടേ? ചെക്കവൻ്റെ ഒന്നും തരാതെ അങ്ങ് തിന്നുവന്നില്ലങ്ങ്. അതവിടെ തിന്നുന്നതേ ഉള്ളൂ. ബ്രൂണോ ഭയങ്കര സ്പീഡിൽ നിൽക്കുക. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ എല്ലാവർക്കും. ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും പറഞ്ഞേ. ഇങ്ങോട്ട് പറഞ്ഞേ എല്ലാവരും, ഇങ്ങോട്ട് പറഞ്ഞേ. ബ്രൗണി പറയാൻ അറിയാമോ? ബ്രൗണിക്ക് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞേ. അങ്ങോട്ട് പറ, ഹാപ്പി ന്യൂ ഇയർ പറ എല്ലാവർക്കും. അങ്ങോട്ടും ഒക്കെ തീർന്ന് കേക്ക് തോണ്ട് അങ്ങോട്ട് നോക്കിക്കേ. തോണ്ട് അങ്ങോട്ട് വേണം, എന്നെ കടിക്കാതെ. അവനും തൻ്റെ തൊടലൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഒരു രക്ഷയില്ല കേട്ടോ. പീക്കിരിയാണെങ്കിലും ഇവിടെ ഒരു രക്ഷയില്ല. ഒരു സാധനം കിടക്കണ്ട. തീർന്ന് എവിടെ എന്നോ. നിനക്ക് ഇച്ചിരി സോക്കേട് കൂടുതലാണ്. നിന്നെ എല്ലാവരും തിരക്കുന്നു ബ്രൗണിയെ. ബ്രൗണി കൊണ്ട് ഇത്രയേ ഉള്ളൂ മുഖം. കുരുത്തക്കേടോ അങ്ങേയറ്റമാണ് കുരുത്തക്കേട്. എന്ത് കൈ കിട്ടിയാലും എടുത്തുകൊണ്ട് വെച്ചങ്ങ് കളി പോ. കടിക്കല്ലേ ഇനിയും വേണോ? ഇനി നോക്കി നിൽക്കുക. ഷേക്കാൻ്റെ എന്ത് ചെയ്യേ? ഷേക്കാൻ്റെ മെടുക്കാൻ 2 കൈ കൊണ്ടെന്താ? 2 കൈ കൊണ്ടും 2 കൈ കൊണ്ടെന്താ? 2 കൈ കൊണ്ടും തന്നെ. 2 കൈ കൊണ്ടും അങ്ങനെ ഒറ്റ കൈ കൊണ്ടൊന്നും തരണ്ട. 2 കൈ കൊണ്ടും തന്നെ. എഴുന്നേറ്റ് നിന്ന്. നീ ഷേക്കാൻ്റെ തരുമോ? ഇവിടെ വല്ലതൊക്കെ നടക്കും ഇനിയിപ്പോൾ. ഷേക്കാൻ്റെ താ. ഓ, എൻ്റെ മടി ഇരുന്നത് കളിയൊന്നും വേണ്ട. എനിക്ക് കടിയൊന്നും കിട്ടാൻ വയ്യ. പോ. ഭയങ്കര സ്നേഹമാണ് അവർ തമ്മിൽ. ബ്രൂണോയ്ക്ക് അവനെ കണ്ടിരിക്കണം, കളിച്ചിരിക്കണം. കടി കൊടുക്കും. പോ, കടി കൂടണ്ട. ദൈവമേ, എനിക്ക് കടിയൊന്നും കൊള്ളാൻ വയ്യ. എന്നാ കേൾക്കുന്ന സന്തോഷമായോ? കൊള്ളാമോ?
കൊല്ലമുണ്ട. ഇനി നമുക്ക് അമ്മണിക്കും മണിക്കുട്ടനും കൊടുക്കാം. കേട്ടോ, പൊയ്ക്കോ. ഇനി അമ്മണിക്കൊക്കെ കൊടുത്തിട്ട് കേട്ടോ കേട്ടോ. നിങ്ങൾക്കല്ല, അമ്മണിക്കും മണിക്കുട്ടനും കൊടുക്കണ്ടായോ? മതി 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 മതി. ഇനി നിങ്ങൾ കളിക്ക്, അവർക്ക് കൊടുക്കട്ടെ. എന്തൊരു സ്നേഹവും കളിയാണെന്ന് നോക്കിയേ. ആദ്യമൊക്കെ എന്തുവായിരുന്നു, ഈ ചെറുക്കനെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ട് പൊക്കോണം, എനിക്ക് കാണരുത്, ദേനെ എവിടെ നിന്ന് എടുത്തോണ്ട് വന്ന്. ഇപ്പോൾ അവർ ഭയങ്കര സ്നേഹം കേട്ടോ, എപ്പോൾ നോക്കിയാലും കളിയാണ്. ചിലപ്പോൾ സൗണ്ടൊക്കെ ഒച്ചത്തിലാവുന്നതാണ്, പീക്കിരി കരണ്ടുകൊണ്ട് ഓടുന്നതാണ് ചില നേരത്ത്. കളി കൂടണ്ട. അമ്മണിക്ക് കേക്ക് വേണോ? ഓ, പീഠത്തെ കയറി നിന്ന മാതിരി അങ്ങ് നിന്ന്. വേണ്ടേ? മറ്റേ വെള്ള കേക്ക് വേണോ? കേക്ക് വേണോ? കഴിഞ്ഞ പ്രാവശ്യം അവൾ തിന്നില്ലെന്ന് തോന്നില്ല. എന്നാ വേണ്ട, നിങ്ങൾക്ക് മണിക്കൂട്ടന് കൊടുക്കാം. അവർക്ക് വേണ്ട കേട്ടോ. ശരി, കുടിച്ച് കളയരുത്. മണിക്കുട്ടീൻ്റെ പാവം മണിക്കുട്ടി ഉണ്ടായിരുന്നു, മണിക്കുട്ടിക്ക് കൂടെ കൊടുക്കാമായിരുന്നു. കഴിച്ചു. അപ്പോൾ ഏതാണ്ട് നല്ല സാധനമായിരുന്നല്ലോ, മണിക്കൂട്ടം എല്ലാം തിന്നുന്നല്ലോ എന്നല്ലയോ. അതിനോടി ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ ബ്രൗൺ കളറാ. പ്ലം കേക്ക് വേണോ? വേണ്ട, എനിക്കിപ്പോൾ കൊണ്ടുവന്ന ബ്രൂണോയ്ക്കും ബ്രൗണിക്കും കൊടുക്കട്ടെ. ഇതിനിടയ്ക്ക് ഒരു വിഷമം പിടിച്ച ഒരു കാര്യം കൂടെ നടന്നു, അതും കൂടെ നിങ്ങളിന്ന് കേൾപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മണിക്കുട്ടി നമ്മളെ വിട്ടുപോയി. അവൾക്ക് വയറ്റിന് പിന്നെ ലൂസ് മോഷനൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അവൾക്ക് 3-4 ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അവൾക്കത് താങ്ങാൻ പറ്റിയില്ല. കുഞ്ഞു പ്രായത്തിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് പാവം കൊച്ച് നമ്മുടെ മുമ്പിൽ നമ്മൾ മരിച്ചുപോയി. അതിനെ പിന്നെ നമ്മൾ കുഴിച്ചിട്ടു. ഭയങ്കര സങ്കടമായിരുന്നു, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇവിടെ കൊച്ചുങ്ങൾക്കാണെങ്കിലും ഭയങ്കര വിഷമമായിരുന്നു മണിക്കുട്ടി പോയതിൽ. എന്ത് ചെയ്യാനൊക്കെ. അങ്ങനെ പിന്നെ കിടന്നാലും അവൾ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അതിനേക്കാൾ വിഷമമാണ്. അങ്ങനെ കൊച്ചു മണിക്കുട്ടി ഇവിടുന്ന് നമ്മളെ വിട്ട് പോയി. ഇനി മണിക്കുട്ടൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി അമ്മണിക്ക് വിശേഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, 2 മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. പണി തീരുന്നൊന്നുമില്ല, എങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പം ഡിസംബറിൽ തീരുമെന്ന് പറഞ്ഞു, ഡിസംബറിൽ തീരുന്ന ലക്ഷണമൊന്നുമില്ല. ജനുവരി ഫെബ്രുവരി ഒക്കെ പോകുമെന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മൾ കണ്ട കുറച്ച് ചെടികളൊക്കെ ഇനി നമ്മളെ മുറ്റത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആക്കി വെക്കുകയാണ്. അപ്പം പപ്പയും ലീവിലുണ്ടായിരുന്നു. പപ്പയും ലീവ് കഴിഞ്ഞ് 2 ആഴ്ചത്തെ ലീവിന് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് പപ്പയും തിരിച്ചു പോവുകയാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഉള്ള വിശേഷം പറഞ്ഞില്ലല്ലോ, അമ്മയൊക്കെ സന്തോഷത്തോടിരിക്കുന്നു. പിന്നെ എറണാകുളത്ത് നിന്ന് എൻ്റെ ആങ്ങളെയും ഭാര്യയും കൊച്ചുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ സന്തോഷത്തോടെ കുറേ നേരമൊക്കെ ചിലവഴിച്ചു. എന്നിട്ട് തിരിച്ചു പോരുന്നു. അമ്മയും എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ, എല്ലാവരും സന്തോഷത്തിലിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചാണ്ട് ഒരു പഴയ സ്റ്റൗ മാറ്റിയിട്ട് നമ്മളൊരു പുതിയ സ്റ്റൗ മേടിച്ചു. അപ്പോൾ അത് ചേച്ചിയുടെ മരുമകൻ്റെ കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. പുത്തൂർ ഇലവളയിൽ കടയിൽ നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഒരു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും A to Z സാധനങ്ങൾ ആ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് വാങ്ങിച്ചു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ക്രിസ്മസും ന്യൂ ഇയറും ഈസ്റ്ററും എല്ലാം ഇങ്ങനെയൊക്കെ അങ്ങ് പോകില്ല, ഓണവും സംക്രാന്തി എല്ലാം ഇങ്ങനെ അങ്ങ് പോകും. എന്നാലും നമ്മൾ അത്യാവശ്യം എന്ത് വേണം, കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിനൊക്കെ ഒരു സന്തോഷം കിട്ടുകയുള്ളൂ. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നമുക്കൊരു സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അടുക്കള തോട്ടം അതേപോലെ തന്നെ ഗാർഡനൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ അതിന് പിന്നെ വിത്തുകളോ ഗ്രോബാഗുകളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് വിത്തുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് പൈസ എങ്ങനെ ഞങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ നമ്മൾ യഥാസമയം തരുന്നതായിരിക്കും.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.